അപ്പോൾ നമ്മളിത് മർബോയിൽ പണി ചെയ്ത് കൊടുത്ത വീടാണിത്. അപ്പോൾ വീട് ഫുള്ള് പുട്ടിയൊക്കെ ഇട്ട് പഴയ ഒരു മോഡൽ സെറ്റപ്പാണ് ഈ വീടിൻ്റെ. ഓടാണ്, പഴയ ഓട് വാങ്ങിച്ചിട്ട് പുതിയതാക്കി ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട്. ഫുള്ള് വർക്ക് തീരുമ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് കാണാൻ. ഇതേടെ പുട്ടിയൊന്നും ചുരണ്ടി ഇളക്കല്ലേ, സംഭവം കിടുവാണ് കേട്ടോ. സംഭവം ദൂരെ നോക്കുമ്പോൾ നല്ല ഒരു പഴയൊരു വീട്ടിൻ്റെ ആ ഒരു ലുക്കാണ് ഈ വീട്ടിന്. പണ്ടത്തെ വീട് ആ ഒരു ലുക്കാണ് വീട്ടിനുള്ളത്. ഇത് വന്നിട്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ബാക്ക് സൈഡ് കണ്ടില്ലേ, ഡോറൊക്കെ എല്ലാം പഴയ മോഡൽ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ലുക്കിൽ സംഭവം പഴയ ഒരു വീട്ടിൻ്റെ ഒരു മോഡലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ വീട്. അപ്പോൾ ഇത് നമ്മളെ അരുണ് ലക്കിടിലെ വർക്കറാണ് പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ മെർബോയിൽ പണി ചെയ്ത് കൊടുത്ത വീട് നമ്മൾ ദൂരെ നോക്കുമ്പോൾ അത്രയും നല്ല കിടിലൻ വീടാണ്. ഒരു പഴയ മോഡലിൻ്റെ ആ ഒരു ലുക്കാണ് ഈ വീട്ടിനുള്ളത്. അപ്പോൾ നമ്മളിത് മർബോയിൽ പണി ചെയ്ത് കൊടുത്ത വീടാണിത്. അപ്പോൾ വീട് ഫുള്ള് പുട്ടിയൊക്കെ ഇട്ട് പഴയ ഒരു മോഡൽ സെറ്റപ്പാണ് ഈ വീടിൻ്റെ. ഓടാണ്, പഴയ ഓട് വാങ്ങിച്ചിട്ട് പുതിയതാക്കി ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട്. ഫുള്ള് വർക്ക് തീരുമ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് കാണാൻ. ഇതേടെ പുട്ടിയൊന്നും ചുരണ്ടി ഇളക്കല്ലേ, സംഭവം കിടുവാണ് കേട്ടോ. സംഭവം ദൂരെ നോക്കുമ്പോൾ നല്ല ഒരു പഴയ ഒരു വീട്ടിൻ്റെ ആ ഒരു ലുക്കാണ് ഈ വീട്ടിന്. പണ്ടത്തെ വീട് ആ ഒരു ലുക്കാണ് വീട്ടിനുള്ളത്. ഇത് വന്നിട്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ബാക്ക് സൈഡ് കണ്ടില്ലേ, ഡോറൊക്കെ എല്ലാം പഴയ മോഡൽ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ലുക്കിൽ സംഭവം പഴയ ഒരു വീട്ടിൻ്റെ ഒരു മോഡലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ വീട്. അപ്പോൾ ഇത് നമ്മളെ അരുണ് ലക്കിടിലെ വർക്കറാണ് പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ മെർബോയിൽ പണി ചെയ്ത് കൊടുത്ത വീട് നമ്മൾ ദൂരെ നോക്കുമ്പോൾ അത്രയും നല്ല കിടിലൻ വീടാണ്. ഒരു പഴയ മോഡലിൻ്റെ ആ ഒരു ലുക്കാണ് ഈ വീട്ടിനുള്ളത്.